യേശുവിൽ ഏറ്റവും പ്രിയമുള്ള ജൈനിസ് TV പ്രേക്ഷകരെ, ഇന്ന് ഞാനിവിടെ പറയുക, സൃഷ്ടിക്ക് ശേഷം മനുഷ്യൻ ദൈവത്തിനെ അനുസരിക്കുന്നതിന് മുമ്പ്, അതായത് നമ്മൾ മനുഷ്യനെ സൃഷ്ടിച്ച് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് അന്നത്തെ ഒരു സ്ഥിതിവിശേഷമാണ് പറയുക. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഏറ്റവും കൗതുകകരമായ ഒരു സംഗതിയാണിത്. പണ്ട്, അതായത് അനുസരണക്കേടിന് മുമ്പ്, നമുക്ക് മനുഷ്യനും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മൃഗങ്ങളും ഇങ്ങനെ എല്ലാം ഒരേ വാസകേന്ദ്രത്തിലാണ് ജീവിച്ചിരുന്നത്. അന്ന് നാളികേരമിടാൻ അല്ലെങ്കിൽ കരിക്കിടാൻ ആദത്തിന് തെങ്ങേ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അന്ന് നമ്മുടെ മനുഷ്യർക്ക്, അന്നത്തെ മനുഷ്യനായ ആദത്തിന് മൃഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. കുരങ്ങിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഒരു കരിക്കിട്ട് തരാൻ അതിന് മനസ്സിലാവുമായിരുന്നു. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ ട്രെയിൻ ചെയ്ത കുരങ്ങുകളും അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത ആന വരെ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, അനുസരിക്കുന്നുണ്ടല്ലോ. എന്നാൽ ആ പർദീസ കാലഘട്ടത്തിൽ, പർദീസയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ട്രെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും മനുഷ്യൻ പറയുന്നത് മുഴുവനും അവിടെ മൃഗങ്ങളെല്ലാം അനുസരിച്ചിരുന്നു. ഉദാഹരണത്തിന്, ഇന്ന് നമ്മൾ പ്ലെയിൻ ഉപയോഗിക്കുന്നു, അന്ന് വികാര പക്ഷികളുണ്ടായിരുന്നു. ഒന്ന് ആകാശയാത്ര നടത്തണമെങ്കിൽ ഈ വികാര പക്ഷിയുടെ മേലെ ആദത്തിന് കയറിയിരിക്കാം, അവയ്ക്ക് ഇരിക്കാം, ഇങ്ങനെ ചുറ്റി പറന്ന് ആസ്വദിക്കാം. വേണ്ട കടലിൽ പോകണമെങ്കിൽ വികാര മത്സ്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ മേലെ ഇരുന്ന് പോകാമായിരുന്നു. അല്ലെങ്കിൽ നല്ല, നമുക്കറിയാം, കുതിരകൾ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ചുറ്റി കാണണം എന്നുണ്ടെങ്കിൽ കുതിരപ്പുറത്ത് സവാരി. അതായത് അന്ന് നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, അനുസരിച്ചിരുന്നു. എന്നാൽ അനുസരണക്കേട്, അതായത് ദൈവത്തെ ധിക്കരിച്ച ആ നിമിഷത്തിൽ എന്ത് സംഭവിച്ചു? ആ നിമിഷത്തിൽ ഈ മറ്റു എല്ലാ സൃഷ്ടികളും ഭയന്നുപോയി. ആദം ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ മറ്റു ജീവികൾ ഭയന്നുപോയി. അതോടുകൂടി അവർക്ക് മനുഷ്യനെ കാണുമ്പോൾ ഭയമാണ്. ദൈവത്തെ ധിക്കരിച്ചാണല്ലോ, നീ നമ്മളോട് എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയമാണ്. അങ്ങനെയാണ് വലിയൊരു ഗ്യാപ്പ് വന്നത്. മൃഗങ്ങളെല്ലാം മനുഷ്യരിൽ നിന്ന് വിട്ടുഓടി പല സ്ഥലങ്ങളിലായിട്ടും ചേക്കേറി. മനുഷ്യനാണോ, മനുഷ്യന് വന്നിട്ട് പർദീസ നഷ്ടപ്പെടുകയും ചെയ്തു. അവിടെ അത് മാത്രമല്ല, ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാര്യം കൂടി കൂട്ടി പറയാനുണ്ട്. അതായത് ദൈവം ആദത്തോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇനി നീ നിന്റെ വേർപ്പ് കൊണ്ട് ഭക്ഷിക്കണം എന്നുള്ളൊരു കാര്യം. അതുവരെ വേർപ്പ് കൊണ്ടല്ല ഭക്ഷിച്ചിരുന്നത്. അപ്പൊ അവിടെ ഒരു വേർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സംഗതികൾ മാറിപ്പോയി. അപ്പോൾ ഇന്നും കാലാവസ്ഥ വ്യതിയാനങ്ങൾ നടമാറുന്നുണ്ട്. എല്ലാം നമ്മൾ എത്രമാത്രം ദൈവത്തെ ധിക്കരിക്കുന്നുവോ അത്രമാത്രം കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രമാത്രം ദൈവത്തെ ധിക്കരിക്കുന്നുവോ നമ്മൾ വളർത്തുന്ന നായ്ക്കൾ വരെ നമ്മൾ കയറി കടിക്കുകയാണ്. അല്ലെങ്കിൽ കാടുകളിലുള്ള മൃഗങ്ങൾ മുഴുവനും അവർ നമ്മളെ ആക്രമിക്കുന്ന ഒരു തരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇതോട് കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ചിട്ടുണ്ട്. അന്നെല്ലാം വലിയ വലിയ ഭൂകമ്പങ്ങളും അനർത്ഥങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് തിരിച്ചു ചിന്തിച്ചുകൂടാ? ഇനി മുതൽ ഞാൻ ദൈവത്തെ ധിക്കരിക്കുന്ന ഒരു സംഗതിയും ചെയ്യുകയില്ല എന്നൊരു വാഗ്ദാനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് വന്നു ചേരാൻ പോകുക വിശുദ്ധ യോഹന്നാൻ വെളിപാട് പുസ്തകത്തിൽ 21 അധ്യായം 1 തന്നെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പഴയ ആകാശവും പഴയ ഭൂമിയും മറന്നു പോയിരിക്കുന്നു. കടലില്ല. കടൽ എന്ന് ഉദ്ദേശിച്ചത് മനസ്സിന്റെ ക്ഷോഭം, അതില്ല. അങ്ങനെ ഒരു പുതിയ ആകാശത്തിലേക്കാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. അപ്പോൾ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.